ഞങ്ങളിപ്പോൾ ഉള്ളത് ചെറുവത്തൂർ ദേശീയപാതയിൽ മട്ടലായിലാണ്. കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയിൽ 50 മീറ്ററോളം ദൂരത്തിലാണ് ഇവിടെ റോഡിൽ നെടുകെ ഒരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്തും പലയിടങ്ങളിലും ദേശീയപാതയിൽ ഇത്തരത്തിൽ വിള്ളലുണ്ടാവുകയും ഇടിഞ്ഞു താഴുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ പൂർത്തിയാവുന്നതോടുകൂടി ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നായിരുന്നു അന്ന് NHAI അധികൃതരൊക്കെ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു വേനൽ മഴ മാത്രമാണ്, മഴക്കാലമായിട്ടില്ല, വേനൽ മഴ മാത്രമാണ് ഇവിടെ പെയ്തത്. അവിടെയാണ് 50 മീറ്റർ നീളത്തിൽ വലിയൊരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. പ്രദേശവാസികളെ ആകെ അത് ഒരു ഭയപ്പാടിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഒരു ദൃശ്യം പകർത്താനായി എത്തിയപ്പോൾ NHAI അധികൃതർ നമുക്കരികിൽ എത്തിയിട്ട് നിങ്ങളാണ്, മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ്, അത് വിപുലീകരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നാണ്. പക്ഷെ അല്ല, ഈ പറയുന്നത് പോലെ പൂർണ്ണമായും പണി തീർന്നിരിക്കുന്ന ദേശീയപാതയിൽ ഒരു ചെറിയ മഴയ്ക്ക് തന്നെ, വേനൽ മഴയ്ക്ക് തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്നത് ഇനിയും ചിന്തിക്കേണ്ടതാണ്. ഇതിന് സമീപ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ ഭയാശങ്കയിലാക്കുന്നതുമാണ്. ഈ കേരളത്തിൽ പെയ്യുന്ന മഴയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെയാണോ ദേശീയപാത നിർമ്മാണം തുടങ്ങിയത് എന്ന് ആദ്യഘട്ടം മുതൽ നമ്മൾ ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഇവരുടെ നമ്മളോടുള്ള സംസാരം കേൾക്കുമ്പോഴും നമുക്ക് വ്യക്തമാകുന്നത് 3500 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന കേരളത്തിനെ കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ നീരൊഴുക്കിനെ കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഇവിടെ ലാൻഡ് ഫില്ലിംഗ്, അതായത് മണൽത്തിട്ട, നമ്മുടെ ഇടനാടൻ ചെങ്കൽക്കുന്നുകൾ അപ്പാടെ കൊണ്ടുവന്നും റോഡിന് നിരത്തിന് വേണ്ടിയിട്ട് ആ ഒരു പ്രക്രിയ ചെയ്യുമ്പോൾ പോലും ഈ മണ്ണിന്റെ ഉറപ്പിനെ കുറിച്ചോ ഘടനയെ കുറിച്ചോ ഇവിടുത്തെ നീരൊഴുക്കിനെ കുറിച്ചോ പെയ്യുന്ന മഴയെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലാതെ അത്തരത്തിൽ ഒരു പഠനവും നടത്താതെയാണ് ദേശീയപാതയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അടിമുടി അശാസ്ത്രീയമാണ് ദേശീയപാതയുടെ നിർമ്മാണം എന്ന് പറയാതെ വയ്യ. എന്നിട്ടും ഈ നിർമ്മാണ പ്രവൃത്തികളൊക്കെ പൂർത്തിയാകുന്നതോടുകൂടി ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ആശിച്ചിരുന്ന ജനങ്ങൾക്ക് മുന്നിലാണ് വലിയൊരു ഭയാശങ്കയോടെ വീണ്ടും ദേശീയപാതയിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. പേടിയോടെയാണ് കേരളം ഇതിനെ കാണുന്നത്.